സാക്ഷാൽ ത്രിമൂർത്തികളിൽപ്പെട്ട മഹാവിഷ്ണു ഭഗവാന്റെ രണ്ടാമത്തെ മഹത്തായ അവതാരമാണ് കൂർമ്മ അവതാരം. കൂർമ്മം എന്ന് വെച്ചാൽ ആമ എന്നാണ്. മഹാവിഷ്ണു എന്നത് മഹാലക്ഷ്മി ദേവിയുടെ ഭർത്താവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ അംശമായിട്ടുള്ള കൂർമ്മങ്ങൾ അല്ലെങ്കിൽ ആമകൾ മഹാലക്ഷ്മി ദേവിക്കും അത്യധികം പ്രിയങ്കരമാർന്നതാണ്. സ്ത്രീകൾ ഇടത് കൈയിലും പുരുഷന്മാർ വലത് കൈയിലും ധരിക്കുന്നതാണ് കൂടുതൽ ഉത്തമം. കൈമാറി ധരിച്ചതുകൊണ്ട് യാതൊരു ദോഷങ്ങളും ഇല്ല. ആമയുടെ മുഖം നമുക്ക് നേരെ വരുന്ന വിധം വേണം മോതിരം ധരിക്കുവാൻ. ദിവസവും നമ്മൾ കുളിക്കുമ്പോൾ ഒരു ബ്രഷ് ഉപയോഗിച്ച് മോതിരം വൃത്തിയാക്കുക. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ആഗ്രഹിക്കുന്ന ഏതൊരു ഭക്തനും ഈ ഒരു മോതിരം ധരിക്കാം. സ്വർണത്തിലും വെള്ളിയിലും ഉള്ള ആമ മോതിരം ധരിക്കാവുന്നതാണ്. എന്നിരിക്കലും വെള്ളിയിലുള്ള ആമ മോതിരം ധരിക്കുന്നതാണ് അതീവ ശ്രേഷ്ഠം. വെള്ളി മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമായ ഒരു ലോഹമാണ്. ആമ മോതിരം ധരിച്ചുകൊണ്ട് ഏത് ഭക്ഷണം കഴിക്കുന്നതിനും യാതൊരു ബുദ്ധിമുട്ടും കരുതേണ്ടതില്ല. ആദ്യമായി മോതിരം വാങ്ങി ധരിക്കുമ്പോൾ ആർത്തവ അശുദ്ധി ഉണ്ടാകാൻ പാടില്ല. ആർത്തവ സമയത്ത് മോതിരം ധരിക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല. ഈ മോതിരം ധരിച്ചുകൊണ്ട് മദ്യപാനം തുടങ്ങിയ ദുശ്ശീലങ്ങൾ ചെയ്യരുത്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. ആമയ്ക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയും. അതുപോലെ ആമ മോതിരം ധരിച്ചാൽ സുഖത്തിലും ദുഃഖത്തിലും നമുക്ക് ഒരുപോലെ ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കും. മോതിരം വാങ്ങാൻ ഏറ്റവും ഉചിതമായ സമയം വ്യാഴം വെള്ളി ദിവസങ്ങൾ ആണ്. ഇതിൽ വ്യാഴാഴ്ച വാങ്ങുന്നതാണ് ഏറ്റവും ഉത്തമം. വാങ്ങിക്കൊണ്ടുവന്ന് ഉടൻ ധരിക്കുവാൻ പാടില്ല. മോതിരത്തിൻ്റെ അടിഭാഗത്ത് ശ്രീം എന്ന് സൂചി കൊണ്ട് എഴുതുക. അതിനുശേഷം ഉപ്പുവെള്ളത്തിലോ മഞ്ഞൾ വെള്ളത്തിലോ പാലിലോ പനിനീരിലോ ഇട്ട് വെച്ച ശേഷം ശുദ്ധജലത്തിൽ കഴുകിയ ശേഷം മഹാലക്ഷ്മി ദേവിക്ക് മുന്നിൽ വിളക്ക് കത്തിച്ച് പൂക്കളിൽ മോതിരം വെച്ചതിന് ശേഷം ധരിക്കുക. സൂര്യോദയ സമയത്ത് ധരിക്കുന്നത് വളരെ ഉത്തമം. ചൂണ്ടുവിരലിൽ ധരിച്ചാൽ ഈശ്വരാധീനം വർദ്ധിക്കും. നടുവിരലിൽ ശനിദേവന്റെ പ്രീതിക്ക് വേണ്ടിയാണ് ധരിക്കുന്നത്. മോതിര വിരലിൽ ദാമ്പത്യ ജീവിത വിജയത്തിനു വേണ്ടിയാണ് ധരിക്കുന്നത്. തൊഴിൽ ലഭിക്കാനും പരീക്ഷയിൽ വിജയം നേടാനും ചെറുവിരലിൽ ധരിക്കുന്നതാണ് ഉത്തമം.